ഇന്നലെ ന്യൂയോർക്ക് മേയറായി സൊഹ്റാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടത് വിഷയത്തിൽ ഒടുക്കം ഡൊണാൾഡ് ട്രംപ് തോൽവി അംഗീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നല്ല ദിവസമല്ല റിപ്പബ്ലിക്കൻസിന് ഇന്ന് എന്നതാണ് ട്രംപ് അതുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ചത്. പിന്നീട് താൻ മത്സരിക്കാത്തത് കൊണ്ടാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാകാതെ പോയത് എന്ന് പറയുന്നു. അപ്പോൾ സ്വതസിദ്ധമായ ശൈലിയിൽ ട്രംപിൻ്റെ തള്ളൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ട്രംപ് വലിയ ഭീഷണിയാണ് ഉയർത്തിയത്. നേരത്തെ തന്നെ വിരട്ടൽ ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. വീണ്ടും ഫണ്ട് ഉൾപ്പെടെ വെട്ടിക്കളയും, തുടർ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തും എന്ന നിലയിലുള്ള ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നും വന്നു. വലിയ നഷ്ടമുണ്ടാകും എന്നതാണ് മംദാനിയെ ട്രംപ് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നത്. സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ നഷ്ടം വലുതായിരിക്കും. രണ്ടാം വട്ടം അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ അങ്ങനെ ഹാലിളകിയിരിക്കുകയാണ് ട്രംപിന്. വലിയ ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത വ്യക്തിയാണ് മംദാനി. അപ്പോൾ അദ്ദേഹത്തിന്റെ ട്രംപ് ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞു പോകുന്നുണ്ട്. വലിയ വിജയാഹ്ലാദ പ്രകടനങ്ങൾ ഒക്കെ ന്യൂയോർക്കിൽ നടന്നു വരികയാണ്. മംദാനിയുടെ ഈ വിക്ടറി പ്രസംഗത്തിലെ പല ഭാഗങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായി കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ ചർച്ചയാകുന്നുണ്ട്. ഏതറ്റം വരെ മംദാനിക്ക് പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പണ്ടേ മംദാനിയോട് ഒട്ടും താല്പര്യമില്ല ട്രംപിന്. കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് പറഞ്ഞ് മംദാനിയെ ട്രംപ് ആക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോഴും സമാനമായ നില തുടരുകയാണ്. ഒപ്പം ഒരു ഭാഗത്ത് ഭീഷണിയും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ബിസിനസ് സമ്മിറ്റിനിടയിലാണ് ഇപ്പോൾ ട്രംപ് വലിയ ഭീഷണി ഉയർത്തുന്നത്. മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല, ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യാതൊരു സഹായവും ഉണ്ടാകില്ല എന്നതാണ് പറയുന്നത്. അതേസമയം പോരാട്ടത്തിന് തയ്യാറെന്ന് മംദാനിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യവും ഗതാഗതവും ഉൾപ്പെടെ 12ഓളം സുപ്രധാന വകുപ്പുകളിൽ ന്യൂയോർക്ക് ഫെഡറൽ ഫണ്ടിനെ ആശ്രയിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ പല തീരുമാനങ്ങൾക്കും മംദാനിക്ക് കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടും എന്ന് മനസ്സിലാകുന്നു. അതൊക്കെ പറഞ്ഞത് പ്രാവർത്തികമാക്കും എന്ന് മംദാനി പറയുമ്പോൾ അതൊക്കെ മുടക്കാനുള്ള നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇനിയും മംദാനിയും ട്രംപും ഒക്കെ ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്നലെ ഈ പ്രസംഗത്തിൽ മംദാനി ട്രംപ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്നറിയാം, നിങ്ങൾ വോളിയം കൂട്ടിവെച്ച് കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മോശക്കാരായ കെട്ടിട ഉടമകളെ ഞങ്ങൾ പിടികൂടും, കാരണം നമ്മുടെ നഗരത്തിലെ ഡൊണാൾഡ് ട്രംപുമാൾ അവരുടെ വാടകക്കാരെ ചൂഷണം ചെയ്ത് വളരെ സുഖമായി ജീവിക്കുന്നുണ്ട്. ട്രംപിനെ പോലെയുള്ള ശതകോടീശ്വരന്മാരെ നികുതി വെട്ടിക്കാനും നികുതി ഇളവുകൾ ചൂഷണം ചെയ്യാനും അനുവദിച്ച അഴിമതിയുടെ സംസ്കാരത്തിന് ഞങ്ങൾ അന്ത്യം കുറിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ട്രംപിനുള്ള മറുപടി എന്ന നിലയിൽ മംദാനി പറഞ്ഞത്. ഞങ്ങൾ യൂണിയനുകൾക്കൊപ്പം നിൽക്കുകയും തൊഴിൽ സംരക്ഷണം വിപുലീകരിക്കുകയും ചെയ്യുമെന്ന കാര്യം മംദാനി പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന് അറിയാവുന്നതുപോലെ ഞങ്ങൾക്കും അറിയാം, അധ്വാനിക്കുന്ന ജനതയ്ക്ക് ശക്തമായ അവകാശങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന മേലാളന്മാരെ വളരെ ചെറുതായി തീരും എന്ന കാര്യം പറയുന്നു. അതിനുശേഷം മംദാനി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ട് വരാം. I wish Andrew Cuomo only the best in private life. But let tonight be the final time I utter his name. As we turn the page on a politics that abandons the many and answers only to the few. Tonight we have spoken in a clear voice. Hope is alive. Hope over tyranny. Hope over big money and small ideas. Hope over despair. So Donald Trump, since I know you're watching, I have 4 words for you. Turn the volume up. We will hold bad landlords to account because the Donald Trumps of our city have grown far too comfortable taking advantage of their tenants. We will put an end to the culture of corruption that has allowed billionaires like Trump to evade taxation and exploit tax breaks.
We will stand alongside unions and expand labor protections because we know, just as Donald Trump does, that when working people have ironclad rights, the bosses who seek to extort them become very small indeed. New York will remain a city of immigrants, a city built by immigrants, powered by immigrants. അപ്പോൾ കുടിയേറ്റക്കാർ നിർമ്മിച്ച, കുടിയേറ്റക്കാർ ശക്തി പകരുന്ന, ഇന്ന് രാത്രി മുതൽ ഒരു കുടിയേറ്റക്കാരൻ നയിക്കുന്ന നഗരം എന്നാണ് ട്രംപിനോട് മംദാനി പറഞ്ഞിരിക്കുന്നത്. 58 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ സിറ്റി ഹാളിൽ പ്രവേശിക്കുമ്പോൾ പ്രതീക്ഷകൾ ഉയർന്നതായിരിക്കുമെന്ന് മംദാനി പറയുന്നു. അപ്പോൾ ന്യൂയോർക്ക് സിറ്റി എന്താണെന്നും അതിന്റെ ഭാവി എന്താണ് എന്നതും ട്രംപിനോട് സൂചിപ്പിക്കുകയാണ് മംദാനി ചെയ്തിരിക്കുന്നത്. നമുക്ക് ന്യൂയോർക്ക് സിറ്റി മേയേഴ്സ് ഓഫീസ് ഓഫ് എമിഗ്രന്റ് അഫയേഴ്സിന്റെ സൈറ്റിൽ ചെന്നാൽ അവിടുത്തെ കണക്കുകൾ കാണാം. ന്യൂയോർക്ക് നഗരത്തെ രൂപപ്പെടുത്തിയതും നിർമ്മിച്ചതും ചരിത്രത്തിലുടനീളം കുടിയേറ്റക്കാരുടെ സംഭാവനകളാണ് എന്നതാണ് ആ സൈറ്റിൽ ഏറ്റവും പ്രധാനമായും എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങൾ. കുടിയേറ്റക്കാർക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ഈ പൈതൃകത്തെ ആദരിക്കാൻ MOAIA പ്രതിജ്ഞാബദ്ധമാണ് എന്നത് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നൂറ്റാണ്ടുകളായി ന്യൂയോർക്ക് നഗരം കുടിയേറ്റക്കാർക്ക് സ്വാഗതമോതുന്ന നഗരമാണ്. അതാണ് അതിൻ്റെ ചരിത്രം, അതാണ് അതിൻ്റെ ഭൂമിശാസ്ത്രം. അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ മംദാനി സംസാരിച്ചത്. അപ്പോൾ ഈ കണക്കുകൾ പ്രകാരം, ഈ MOAIA കണക്കുകൾ പ്രകാരം ന്യൂയോർക്ക് നഗരത്തിൽ 3 ദശലക്ഷം കുടിയേറ്റക്കാരാണുള്ളത്. അവർ നഗരത്തിലെ മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 38% വരും. അപ്പോൾ 38% കുടിയേറ്റക്കാരുള്ള ഒരു നഗരമാണ് ന്യൂയോർക്ക് സിറ്റി. രാജ്യവ്യാപകമായി കുടിയേറ്റ ജനസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചുള്ളത്. 2023 കണക്കനുസരിച്ച് കുടിയേറ്റക്കാരും അവരുടെ US ജനിച്ച കുട്ടികളും മൊത്തം സിവിലിയൻ ഉൾപ്പെടെ US ജനസംഖ്യയുടെ 27% പ്രതിനിധീകരിക്കുന്നുണ്ട്. അത് 2010 അപേക്ഷിച്ച് ഏതാണ്ട് 35% വർധനവാണ് എന്നതും ഈ സൈറ്റിൽ പറയുന്നു. അപ്പോൾ അമേരിക്കൻ തന്നെ കണക്കുകൾ പ്രകാരം അവിടെ കുടിയേറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അഡ്രസ്സ് ചെയ്യുക എന്നതാണ് ട്രംപ് ഒരു ഭാഗത്ത് ശ്രമിക്കുന്നത്. പക്ഷേ ഇതാണ് ഞങ്ങളുടെ പൈതൃകം എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ന്യൂയോർക്കിലെ കുടിയേറ്റ ജനസംഖ്യയിൽ വലിയ വൈവിധ്യങ്ങൾ കൂടിയുണ്ട്. ഒരു പ്രത്യേക വംശീയ വിഭാഗത്തിന്റെ ആധിപത്യം അവിടെ ഇല്ല. 2023 കണക്കനുസരിച്ച് 3 ദശലക്ഷത്തിലധികം വരുന്ന ന്യൂയോർക്കുകാർക്ക് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കാണ്, ചൈന, ജമൈക്ക എന്നിവയാണ്. അപ്പോൾ അവിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സമീപകാല ദശകങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന കുടിയേറ്റ ഗ്രൂപ്പുകളിലൊന്നായ മെക്സിക്കോക്കാർ ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 4ാമത്തെ കുടിയേറ്റ ഗ്രൂപ്പിലേക്ക് എത്തുന്നു. ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യം കുറവുള്ള വിദേശീയരുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയുള്ളവരിൽ 75% മറ്റു ഭാഷകൾ, സ്പാനിഷ് ഉൾപ്പെടെ മറ്റു ഭാഷകൾ സംസാരിക്കുന്നു. അപ്പോൾ ന്യൂയോർക്ക് നഗരം വൈവിധ്യങ്ങളുടേതാണ്. അത് കുടിയേറ്റക്കാർക്ക് ഡോമിനൻസ് ഉള്ള നഗരമാണ്. അവിടെ അങ്ങനെ ഒരു നഗരമാണ് അതെന്ന ഓർമ്മപ്പെടുത്തലാണ് മംദാനി ട്രംപിനോട് നടത്തിയിരിക്കുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന സന്ദേശമാണ് മംദാനി നൽകുന്നത്. കുടിയേറ്റക്കാർ നിർമ്മിച്ച നഗരമാണ്, കുടിയേറ്റക്കാരാൽ ശക്തി പകർന്ന നഗരമാണ്. അത് ഇന്ന് രാത്രി മുതൽ ഒരു കുടിയേറ്റക്കാരനാൽ നയിക്കുന്ന നഗരമായിരിക്കും എന്ന ശക്തമായ മറുപടിയാണ് ട്രംപിനോട് മംദാനി പറഞ്ഞിരിക്കുന്നത്. ഈ വാചകങ്ങൾ ലോകമെമ്പാടും ഇങ്ങനെ പരക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ലോകമെമ്പാടും മംദാനിയുടെ വാക്കുകൾ ചർച്ചയാവുകയാണ്. ട്രംപിന്റെ കുടിയേറ്റ നയത്തിനെതിരായ വലിയ വികാരം അമേരിക്കയിൽ ഉണ്ട് എന്നതിൻ്റെ സൂചനയായിരുന്നു മംദാനിയുടെ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വംശജരുടെ അവിടുത്തെ ജയം. അതിൽ ഹാലിളകി നിൽക്കുന്ന ട്രംപ് ഭീഷണിയുടെ സ്വരങ്ങൾ ആവർത്തിച്ച് പ്രയോഗിക്കുന്നുണ്ട്. തോൽവി എന്നത് അംഗീകരിച്ചതിന് ശേഷവും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഭീഷണിയുണ്ട്. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം എന്നത് ട്രംപിന്റെ മുന്നിൽ കണക്കുകളായുണ്ട്, ഒപ്പം മംദാനിയുടെ വാക്കുകളായുമുണ്ട്.